ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് കുറെ നാളായി ഗായ്സ് വ്ളോഗും കാര്യങ്ങളായിട്ടൊക്കെ വന്നിട്ട് അപ്പം നമ്മൾ പിന്നെയും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുവാണ്. അപ്പൊ ഇനി തുടർന്ന് നമ്മൾ ഇങ്ങനെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ടീം മൊത്തത്തിലുണ്ട് ഗായ്സ്. അപ്പൊ നമ്മള് വാഗമണ്ണ് വന്നേക്കുവാണ് അടിച്ചു പൊളിക്കാൻ. അപ്പൊ രാവിലെ മോർണിംഗ് വൈകി വേണ്ട സംഗീത അൽത്താവ് ജിൻജാക്ക് ഉണ്ട്. മൊത്തം സ്വിമ്മിങ് സെറ്റാക്കി എന്താ വൈബായേക്കാണ്. അൽത്താവ് എന്താണ് പറയാനുള്ളത്? പറയാന്തോ നല്ല തണുപ്പുണ്ട്. കുളിര് കോരുന്നോ നിനക്ക്? നിനക്ക് ഇച്ചിരി കോരും. നീ അവിടെ മിണ്ടല്ല. ഇത് കഴുത്തടുത്ത് പോ ഗൈസ്. സംഗീതം എന്താണ് പറയാനുള്ളത്? നല്ല മൂട്. നല്ല മൂടല്ല എന്താ പറയാ? നല്ല മൂട്. നിനക്ക് ഏത് മൂട്? ഇനി അടുത്ത കണ്ടെടുത്ത് വയ്ക്കാം. ഇമാർക്കെല്ലാം വിശ്വാസാ. നിനക്കെന്താണോ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഒരിക്കലും ആസ്വദിക്കേണ്ട സ്ഥലമാണ് ഇവിടെ. അതാണ് അങ്ങോട്ട് നോക്കി. ഇതാണ് നമുക്ക് പൂവിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ നല്ല വ്യൂ ആണ് നല്ല കിട്ടുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇതാണ്. നമുക്ക് 4ാമത്തെ നിലയിൽ നമുക്ക് ഈ വ്യൂ കാണണമെങ്കിൽ അടിപൊളി രസമാണ്. നല്ല ആംബിയൻസ്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് ആണ് അടിപൊളി. അപ്പൊ ഗൈസ് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എടുത്ത ശക്തമായ തീരുമാനമാണ് എന്താ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പം അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഗൈസ് വരുന്നതാണ് പോത്തുംകുട്ടി. നമ്മുടെ ഇടയിലെ വലിയ പോത്തുംകുട്ടി, പിന്നെ ചെറിയ പോത്തുംകുട്ടി ഉണ്ട്. പോത്തുംകുട്ടി കമോൺ. കൈയടിക്കണം. ഇപ്പൊ തന്നെ ഗൈസ് പകുതി സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ഇപ്പൊ പുറത്ത് കാടും. കാണുന്നില്ല പോത്തുംകുട്ടി. കിട്ടി. ഇതാണ് ഗൈസ് നമ്മുടെ പോത്തുംകുട്ടി. വലിയ പോത്തുംകുട്ടി. പെരുന്നാളിനായാലും ഓണത്തിനായാലും നമ്മൾ ഇവനെ കൊടുക്കത്തില്ല. നമ്മൾ സ്നേഹിച്ച് ഇവനെ വളർത്തുന്നതാണ്. അതാണ് നമ്മൾ 10 കോടി തരാന്ന് പറഞ്ഞാൽ പറയും ഗൈസ്. പൊന്നുമല തരാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ കൊടുക്കത്തില്ല. അത്രയ്ക്ക് സ്നേഹമാണ് നമുക്ക്. നമ്മൾ അതിന്റെ കരുതലാണ്. ഓക്കെ പിണ്ണാക്കും അത് ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അവന് ഒരു നേരം ആഹാരം കൊടുക്കാൻ നമ്മൾ ഇരിക്കത്തില്ല. എല്ലാരും രാവിലത്തെ ഫുഡ് ഓക്കെ ഇല്ലേ പശുമ്പ? ഇന്ന് കാടിവെള്ളം എങ്ങനെ ഉണ്ടായിരുന്നു? വന്ന് ഫ്രഷ് ആയി കുളിച്ച് എന്താ എല്ലാം റെഡിയാണ്ട്. അൽത്താവക്കാട് ഇവിടെ മിച്ചറൊക്കെ കഴിക്കുന്നുണ്ട്. മിച്ചറൊക്കെ എങ്ങനെ ഉണ്ടാ? രാത്രിയൊക്കെ പോയി വാങ്ങിച്ചാണ്ട ഇവിടെ എടുത്താൽ തുണി മാറുന്നുള്ളൂ ഗൈസ്. ഒരുത്ത ഇവിടെ കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുളിച്ച് അവൻ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് ഗൈസ്. അതൊക്കെയാണ് ഇനിയിപ്പം ഇവിടെ വന്ന് ബാത്റൂമിനകത്തോടെ കുളിക്കാൻ കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി എപ്പ കുളിച്ച് എപ്പ ഇറങ്ങാനാണ് ഈ പോത്തും കുഞ്ഞ് ഇതിനെ കൊണ്ടൊക്കെ പോകാനുള്ള ഗൈസ്. അപ്പൊ ഇപ്പൊ തന്നെ സമയം എത്ര വേടാ? 11 മണിയായി ഗായ്സ്. ഇനി എപ്പ വാഗമണ്ണ് വന്ന് എപ്പ ആസ്വദിക്കാനാണ്? രാവിലെ ആസ്വദിക്കാനുള്ള ഇപ്പൊ 12 മണിക്ക് എന്തോ ആസ്വദിക്കാനാണ്. അപ്പൊ ഗായ്സ് ഇനിയിപ്പം ആനക്കുട്ടിയൊക്കെ നമ്മൾ കുളിപ്പിച്ചിറക്കിയതിന് ശേഷം നമ്മുടെ പുറത്തോട്ട് ഇറങ്ങാനാണ് ഗായ്സ്. ഗായ്സ് ഇതാണ് നമ്മുടെ എരുമക്കുട്ടിയുടെ നിക്കറ് കൂട്ടാണ്ടോ ഗായ്സ്. ഇതാണ് അവസ്ഥ. എന്താണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? ചാടിയ സ്വിമ്മിംഗ് പൂളിൽ ഇതില്ലാന്ന് ചാടിയത്? ഒന്നുമില്ലാന്ന് ചാടിയത്? ഇന്നലെ ഉണക്കായിട്ടത്. ഇന്നലെ ഉണക്കാട്ട സാധനം ഇതില്ലാതാണ് ഗൈസ്. ചായ ചൂടാക്കുന്ന നമ്മുടെ ഗ്യാസ് ഉണ്ട്, അടുപ്പിനെ ഓർത്താണ് ജെട്ടി. ഗൈസ് അങ്ങനെ നമ്മുടെ ചെറുക്കൻ കുളിച്ചിറങ്ങിയിട്ടുണ്ട്. എന്താണ് കുളിയെ കുറിച്ച് പറയാനുള്ള 2 വാക്ക്? സംഗീത സ്വിമ്മിംഗ് പൂള് നല്ല സ്വിമ്മിംഗ് പൂളാണ്. എനിക്ക് പേടിയല്ല ഗൈസ്. ഉമ്മാരെല്ലാം കൂടി എന്നെ മുക്കിക്കൊല്ലാൻ നോക്കുവാണ് ഗൈസ്. എന്നാ കൊലക്ക് കൊടുക്കാൻ നോക്കി. എന്നെ അങ്ങനെ ഇപ്പൊ കൊലക്ക് കൊടുക്കണ്ട കേട്ടോ. നല്ല മിച്ചത് വന്നപ്പോഴേ പുട്ടാടി തുടങ്ങി ഗൈസ്. ഇങ്ങുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മ കുലുക്കൊന്നും കിട്ടത്തില്ല. ഫുഡ് ക്രീനല്ല ഇട്ടേക്കുന്നത്. നമ്മ കുലുങ്ങുന്നു ഗൈസ്. നിക്കറിന്റെ പേരെന്തോ? അതിലുള്ള പേരുള്ള നിക്കറാണ് ഗൈസ് ഇട്ടേക്കുന്നത്. അതിൽ ഇതിലും വലിയ പരസ്യങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രം. സംഗീത ഈ നിക്കറിനെ കുറിച്ച് എനിക്ക് എന്താ പറയാൻ? ഈ ഊട്ടയുള്ള നിക്കറിനെ കുറിച്ച് ജോക്കി അത് നാളായി വാങ്ങിച്ചിട്ട് 1 വർഷമാവുന്നത്. കളയാറായില്ലല്ലോ കാശ്. എരുമക്കുട്ടി വന്നാൽ പിന്നെ മിച്ചറൊന്നും കിട്ടത്തില്ല. ബീപ്പ് ഉണ്ട് വരും. കുഴപ്പമില്ല കേട്ടോളാം. ഈ സംഗീതനെ ഒരുക്കിയാൽ മതി നമുക്ക്. സംഗീത ഒരുങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുങ്ങി നമ്മൾ നേരെ പുറത്തോട്ടാണ്. നമ്മള് റൂമും കാര്യങ്ങളൊക്കെ വെക്കേറ്റ് ആവുകയാണ്. അപ്പം ഗൈസ് നമ്മള് റൂം ഇവിടാണ് എടുത്തത്. അപ്പൊ പുള്ളിക്കാരാണ് നമുക്ക് ഇവിടെ മൊത്തം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ബ്രോയുടെ പേരെന്താ?
സുധൻ ബ്രോ ആണ് ഫുൾ സപ്പോർട്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് പോട്ടെ ബ്രോ കേട്ടോ, ശരി എന്നാൽ കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പുറത്തോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. 3 സ്വിഫ്റ്റ് കാറാ, 1 2 3. ഇതിലേതാണോ നമ്മുടെ കാറ്? ഈ കിടക്കുന്നതാണ് ഗൈസ് നമ്മുടെ കാറ്. ഈ കിടക്കുന്ന സ്വിഫ്റ്റിന്റെ അയ്യർ കളിയാണ്. അത് 3 റെഡ് കളർ കണ്ട. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ ഇന്നത്തെ ഡ്രൈവിംഗ് ആരാണ്? അൽത്താഫാണ് ഗൈസ്. ഡ്രൈവിംഗ് പ്രോ ഡ്രൈവറാണ്. വാഗമണ്ണ് കത്തിക്കോ കാറിനകത്ത്? കത്തിക്കോ? അപ്പൊ പ്രോ ഡ്രൈവർ കയറാൻ ഗൈസ്. പിന്നെ ഫ്രണ്ടില് ഒരുത്തൻ കയറി നേരത്തെ ഇരിക്കുവാണ്. ഫ്രണ്ടിൽ കയറാനുള്ള തർക്കമാണ് നടക്കുന്നത്. സംഗീത് കയറുവോ ജിൻഷാദ് കയറുവോ? ആര് കയറും ഫ്രണ്ടിൽ? നമുക്ക് നോക്കാം. സംഘുക്കുട്ടനെ കേറ്റിയില്ല ഗൈസ്, കേറ്റിയില്ല. പോകണ്ടെന്നാ പറയുന്നത്. വാശി പിടിച്ച സംഘുക്കുട്ടൻ വാശിയാണ്. സംഗീത് പണങ്ങി, സംഗീത് പണങ്ങി കണ്ടാ, സംഗീത് പണങ്ങി. അപ്പൊ ഗൈസ് ഇതാണ്, ഒരു സ്നേഹവും ഇല്ല ജിൻഷാന് സംഗീന്റെ അടുത്ത്. അങ്ങനെ ജിൻഷാ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഗൈസ്. ഇത് നിങ്ങൾ കാണുക. അപ്പൊ ഗൈസ് ജിൻഷാനെ ഇറക്കി സംഗീത് കയറുകയാണ്. പിന്നെയും ഇല്ല ഇറങ്ങടാ. അപ്പൊ ഗൈസ് ജിൻഷാനപ്പുറത്തേക്ക് സംഗീതം അങ്ങനെ കേറിയിരിക്കുകയാണ്, അവിടെ പിടിച്ചിരിക്കുകയാണ്. ഒടുവിൽ സംഗീതം കേറിയിരിക്കുകയാണ് ഗൈസ്. ഇനി അവിടെ തീപ്പൊരി ഐറ്റം കണ്ണാടിയൊക്കെ വെച്ച് സംഗീതം കണ്ണാടി സ്റ്റൈൽ വെക്കണേ. സ്റ്റൈലും ഒന്നും അരകും എന്നാ പെട്ട് പോവാടാ. മോനെ സീനാടാ. മോഹൻലാല് മാറിയിരിക്കല്ലോടാ. ലാലേട്ടൻ കാണല്ലേ. ഇവിടെ അൽത്താവ് വണ്ടി എടുക്കാതെ വലിയൊരു കുഴുക്ക് കഴിക്കുവാണ് ഗൈസ്. എന്തൊരു കുരുക്കാണ് കഴിക്കുന്നത്? ഒരു മാലയുടെ കുരുക്ക്. അപ്പൊ ഗൈസ് 2 മാലയും കൂടി അൽത്താവ് ഒന്നിച്ചിട്ട് കുരുക്കൊക്കെ കഴിക്കാൻ അൽത്താവ് മിടുക്കാനാണ് ഗൈസ്. അരിച്ചോണ്ടിരിക്കുകയാണ്. അഴിക്കൂടെ എന്നാണ് അഴിച്ചിട്ട് ഇവിടുന്ന് വണ്ടി എടുക്കുവോ? അയച്ചു ഗൈസ്. ആർക്കാണ് പെമ്പിള്ളേർ കൊടുക്കാൻ തോന്നുന്നു. അവിടെ മാലയൊക്കെ ഇടുന്നുണ്ടോ ഗൈസ്? മാലയൊക്കെ ഇട്ടാണ് പോകുന്നത്. വണ്ടി എടുത്തോ പ്രോ ഡ്രൈവർ, വണ്ടി എടുക്കൂ. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇവിടാണ്. ഹോട്ടൽ റോഷ്നിയാണ് ഗൈസ്. അപ്പൊ ഗൈസ് നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ അകത്തോട് കയറാം. ഇപ്പൊ ഫുഡ് കഴിക്കുന്ന സമയം എത്രയായി ഗൈസ്? സമയം 11:31. അപ്പോഴാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുന്നത് ഓരോരുത്തർ. ഇപ്പൊ ചോറെല്ലാം കഴിച്ചാൽ പോരെ, ബിരിയാണി എല്ലാം കഴിക്കാം നമുക്ക്. ഉച്ചത്തേയും കൂടി ഒന്നിച്ച് കഴിച്ചുകൂടാ? മന്തിയോ? മന്തി ഇവിടെ ഉണ്ടോ നോക്കാം ഗൈസ്. മന്തി ഇവിടെ ഇല്ല ഗൈസ്. ഈ ചെറിയ മന്തി എന്താ ഡ്രൈവർ പറയുന്നത്? അങ്ങനെ നമ്മള് ബിരിയാണിയാണ് ഗൈസ് ഓർഡർ ചെയ്തത്. അച്ചാർ വന്നിട്ടുണ്ട്, സലാഡ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാവർക്കും വിശപ്പും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇനിയിപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്തെടുക്കാം. ഇനി ഫുഡ് കഴിക്കുന്നതായിട്ടൊന്നും നമ്മൾ എടുക്കുന്നില്ല. അൽത്താ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട്, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആണ്ട ചാർജറൊക്കെ എടുത്തുകൊണ്ട് ആണ്ട വരുന്നുണ്ട് കാറിൽ നിന്ന് ഫോൺ കുത്തിയിടാൻ വേണ്ടി. ചാർജ് ഇല്ല, അവൻ ഇച്ച് നേരം പോലും നിൽക്കാൻ ഒക്കത്തില്ല ഗൈസ്. ഇങ്ങനെ ഉണ്ടോ? 2 ഫോണിൽ 4 സിം അവന് ഗൈസ്. 2 ഫോൺ ഉണ്ട് അവന് ഗൈസ്. അപ്പോഴാണ് ചേട്ടൻ ആ സത്യാവസ്ഥ വിളിച്ചു പറയുന്നത്, ഇവിടെയും കറണ്ട് ഇല്ലെന്നുള്ള സത്യം. അങ്ങനെ അൽത്താഫ് പ്ലിങ് ആയി പോയിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ റീച്ച് ആയിരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലാണ്. നേരെ ഫുള്ള് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് ഇവിടെയുള്ള ഗൈസ്. മൊത്തം കോടയാണ് ഗൈസ്. അടിപൊളിയാണ്. ഏണ്ടാ ഇവിടെ സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം ഗൈസ്. നമ്മൾ ഇനി മുമ്പ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇടുന്നത്. കാരണം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ 2 ഇയർ ആയി. ഒരു ചാനൽ തുടങ്ങിയിടയ്ക്കാണ് വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി തുടർന്ന് നമ്മൾ വ്ലോഗും കാര്യങ്ങളൊക്കെ കാണും ഗൈസ്. അപ്പം ഇപ്പം ഫസ്റ്റ് വ്ലോഗ് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വരും വ്ലോഗുകളിൽ തിരുത്തി നമ്മൾ പൂർവാധികം ശക്തിയോടെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പം ഗൈസ് അൽത്താവൊക്കെ കോട്ടോടാൻ തുടങ്ങി ഗൈസ്. നമ്മൾ വാഗമണ്ണിൽ നിന്നൊക്കെ നേരെ വന്ന് ഇപ്പം നമ്മൾ കറക്റ്റ് റാന്നി വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇടയ്ക്കത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് വെച്ചാൽ അവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം മെയിനായിട്ട് ചെയ്യുന്ന ഷൂട്ടും കാര്യങ്ങളും. പിന്നെ അത് മാത്രമല്ല ഫോണിൽ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അങ്ങനെ പെട്ട് പിന്നെ നമ്മളെ കാറിൽ കയറി പിന്നെ കുത്തി പിന്നെ മൊത്തത്തിൽ മഴ കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് ഇന്നത്തെ വാഗമണ്ണ് പോയ? സെറ്റ് അല്ലായിരുന്നോ? ഷൂട്ട് വൈകിട്ടായിരുന്നു, ഈവനിങ് ആണ്. അപ്പം ഒത്തിരി ലേറ്റ് ആയി. അത് നമ്മളെ ഈ വ്ലോഗിങ് അല്ലല്ലോ നമ്മളെ മെയിൻ പരിപാടി, നമ്മളെ ഷൂട്ടല്ലേ. അപ്പോൾ നമ്മൾ അത് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഫോളോവറിനുള്ള നമ്മൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു വ്ലോഗും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കുന്ന അനന്ത് ഹോട്ടലാണ് നിൽക്കുന്നത്. നമ്മളിപ്പം ചായയും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്, കടന്നുറങ്ങുവാണ്. 2 ദിവസമായി ഗൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇനിയിപ്പം മറ്റന്നാൾ നമുക്ക് വേറെ ഷൂട്ടുണ്ട്, അത് വേറെ കാര്യം. അതെവിടെടാ? എറണാകുളത്താ?
കൊല്ലം എറണാകുളത്തൊന്നുണ്ടാവും ഗൈസ്. അപ്പം അവിടെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് കാര്യങ്ങള്. അപ്പം എന്തായാലും എന്താ ND ആണ്. അപ്പം എല്ലാവർക്കും ലവ് യു, ടാറ്റ.